شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ സൂറത്തുൽ മുദ്ദസിറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 30-ാമത്തെ ആയത്തിലാണ് നമ്മളുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലൈഹാ 19 സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. നരകത്തിന് പാറാവായി 19 പേരുണ്ട്, കാവൽക്കാരായി 19 പേരുണ്ട് എന്ന ആയത്താണ് അവസാനമായി നമ്മൾ പഠിച്ചു വെച്ചത്. എന്താണ് ഈ 19ന്റെ കണക്ക്? ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. ഇത് 19 നേതാക്കളാണ്, അതിൻ്റെ ഹെഡ്മാരായിട്ടുള്ള കമാൻഡർമാരായിട്ടുള്ള ആളുകളാണ് 19. അങ്ങനെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അവരുടെ കൂടെ വേറെയും ഒരുപാട് മലായിക്കത്തുണ്ട്. അത് എത്രയാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. നരകത്തിൻ്റെ കാവൽക്കാരായ മാലാഖമാർ അവർ ശിക്ഷയുടെ മാലാഖമാരാണ്, ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മാലാഖമാരാണ്. ഒരു ദയയുമില്ലാത്ത, അവരോട് പറഞ്ഞത് അപ്പടി നിർവഹിക്കുന്ന ഭീമാകാര രൂപികളായ, കണ്ടാൽ തന്നെ പേടിയാവുന്ന രൂപത്തിലാണ് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളുള്ളത്. അവർ കഠിന പ്രകൃതക്കാരാണ്. അള്ളാഹു പറഞ്ഞത് എന്തോ അത് അപ്പടി ചെയ്യും, ഒന്നും അവർ ധിക്കരിക്കുകയില്ല. സാധാരണ മലക്കുകൾ അങ്ങനെയാണല്ലോ, ഇവർ പ്രത്യേകിച്ചു. അള്ളാഹു തആല നമ്മളോട് പല സ്ഥലത്തും ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കണം. നിങ്ങളെയും നിങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധുക്കളെയും നിങ്ങളുടെ കൂട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. അവിടെ ആ നരകത്തിൻ്റെ ഇന്ധനം നിങ്ങളും കല്ലുകളുമൊക്കെയാണ്. നിങ്ങൾ ആ നരകത്തിൻ്റെ ഇന്ധനമായി മാറുന്നതിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ കാത്തുരക്ഷിക്കണം. ആ നരകത്തിൻ്റെ മേൽനോട്ടത്തിന് പരുഷ സ്വഭാവമുള്ള മല്ലന്മാരായ മലക്കുകളാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അവരോട് ഒരിക്കലും എതിരിടാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവർ ഒരു അണുമണി എതിരു പ്രവർത്തിക്കുകയും ഇല്ല. എന്താണ് അവരോട് കൽപ്പിച്ചത് അതവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത്തരം ക്ലിയറായ മുന്നറിയിപ്പ് അള്ളാഹു തആല ഈ വിഷയത്തിൽ തന്നിട്ടുണ്ട്. നരകത്തിന് ശക്തരായ കാവൽക്കാരാണ് ഉണ്ടാവുക എന്ന്. ഖസനത്തു ജഹന്നം എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അള്ളാഹു തആല അവരെ അങ്ങനെയാണ് വിളിച്ചത്, ഖസനത്തു ജഹന്നം, ജഹന്നം കാക്കുന്ന മലായിക്കത്തുകൾ. നരകത്തിലുള്ള ആളുകൾ അതിൻ്റെ കാവൽക്കാരായ ആളുകളോട് കേണപേക്ഷിക്കുന്ന ഒരു രംഗം പരിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങൾ ഒരു ദിവസത്തെ ശിക്ഷയെങ്കിലും ഒന്ന് ലഘൂകരിച്ചു തരാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് ഖസനത്തു ജഹന്നമിനോട് നരകക്കാർ പറയും എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ നരകത്തെ കാക്കുന്ന ആളുകൾ ഖസനത്തു ജഹന്നം. പക്ഷെ മലായിക്കത്ത് പറയും, അതിനൊന്നും പറയേണ്ട, നിങ്ങൾ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ ആവശ്യപ്പെടേണ്ട സമയമല്ല ഇത്. അതൊക്കെ കഴിഞ്ഞുപോയി. ദുനിയാവിൽ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നിരുന്നു, ഇങ്ങനെ ഉണ്ടാവുമെന്നും. അന്ന് നിങ്ങളത് തള്ളിക്കളഞ്ഞില്ലേ, ഇനി നിങ്ങളത് പറയാൻ പാടില്ല. എങ്ങനെയായിരിക്കും ഈ ഖസനത്തു ജഹന്നം? അവരുടെ സവിശേഷതകൾ എന്താണ് എന്ന് ഹദീസുകളിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അവരുടെ വലിപ്പം എത്രയാണ്, ആകാരം എത്രയാണ്? നമ്മൾ പറഞ്ഞു ഭീമാകാര രൂപികളാണ് അവർ, വലിയ സൈസുള്ള ആളുകളാണ് ഖസനത്തു ജഹന്നം. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാളുടെ 2 ചുമരുകൾക്കിടയിലുള്ള ദൂരം കമാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി, മശ്രിഖിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള ദൂരം പോലെയാണ്. കിഴക്ക് പടിഞ്ഞാറിൻ്റെ ഇടയിലുള്ള അത്ര ദൂരമാണ്. നമ്മളൊന്ന് ആലോചിച്ചേക്കാണെങ്കിൽ അപ്പോൾ ഒരു മലക്കിൻ്റെ വലിപ്പം എത്രയായിരിക്കും? സുബ്ഹാനല്ലാഹ്. കിഴക്ക് പടിഞ്ഞാറിൻ്റെ ഇടയിലുള്ള ദൂരം എത്രയാണ്? യാ അല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഒരാളുടെ 2 ചുമരുകൾക്കിടയിൽ 1 വർഷത്തെ വഴിദൂരമുണ്ട്. മസീറത്തു സന, 1 വർഷത്തെ വഴിദൂരം. അത് എത്രയാണ്? യാ റബ്ബ്,
ഒരു മനുഷ്യനെ അവർ ചുറ്റിക കൊണ്ട് അതല്ലെങ്കിൽ ഹമ്മറ കൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ആയുധങ്ങൾ കൊണ്ട് അടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഒറ്റയടിക്ക് അവർ 70,000 ആളുകളൊക്കെ നരകത്തിന്റെ ആഴത്തിലേക്ക് അവർക്ക് തള്ളിയിടാൻ കഴിയും എന്നാണ്. അത്രയും മല്ലന്മാരായ മലക്കുകളാണ് അവർ. സുബ്ഹാനല്ലാഹ്. ഈ ഖസനത്തു ജഹന്നമിൽപ്പെട്ട ഒരു മലക്കിനു തന്നെ മുഴുവൻ മനുഷ്യരെയും നേരിടാനുള്ള ശക്തിയുണ്ട് എന്ന് കാണാം. വേറൊരു ഹദീസിലുണ്ട്, അവരിൽപ്പെട്ട ഒരാൾക്ക് മിസ്ല ഖുവ്വത്തി സഖലൈൻ, ജിന്ന് ഇൻസിന്റെ കഴിവ് പോലോത്തതുണ്ട്. അപ്പോൾ നോക്കാൻ നിങ്ങൾ ഒരാൾക്ക് തന്നെ സർവ്വ ജിന്നുകളെയും മനുഷ്യരെയും എതിരിടാൻ കഴിയുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് സ്വഹാബത്ത് പറയുകയാണ്, ഒരാൾക്ക് തന്നെ ശക്തിയുണ്ട്. ലി അഹദിഹിം മിനൽ ഖുവ്വത്തി മിസ്ലു ഖുവ്വത്തി സഖലൈൻ. സഖലൈനിയുടെ ഖുവ്വത്ത് വരെ, സഖലൈൻ എന്ന് പറഞ്ഞാൽ ജിന്നും ഇൻസും, ഈ രണ്ട് വിഭാഗത്തിൻ്റെ ശക്തി പോലത്തെ ശക്തി അവരിൽ ഒരാൾക്കുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. പിന്നെ ഇപ്പം ഇവിടെ 19 എന്ന് പറഞ്ഞ ആ ഒരു എണ്ണം അള്ളാഹു വിശേഷമായി എന്തേ 19 എന്ന് പറഞ്ഞത് എന്നതിൻ്റെ മറുപടി തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, 31-ാമത്തെ ആയത്തിൽ. അത് അവിശ്വാസികൾക്കൊരു പരീക്ഷണമായിട്ടാണ് ആ സംഖ്യ പറഞ്ഞത് എന്നാണ്. എന്താണ് 31-ാമത്തെ ആയത്തിൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായികതൻ വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറു. നരകത്തിന്റെ കാവൽക്കാരായി നമ്മൾ മലക്കുകളെയാണ് നിശ്ചയിച്ചത്. വമാ ജഅൽനാ ഇദ്ദതഹും, അവരുടെ എണ്ണത്തെ നാം ആക്കിയിട്ടില്ല, ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറു, അവിശ്വാസികൾക്ക് പരീക്ഷണമായിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ 19 എന്ന് പറഞ്ഞത്, അവരെ കുഴപ്പത്തിലാക്കാനാണ് 19 എന്ന് പറഞ്ഞത്. മഹാന്മാരായ സഹാബികൾ, അതുപോലെ തന്നെ വലിയ പണ്ഡിതന്മാർ, താബിഈങ്ങളായ ആളുകളൊക്കെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത് പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് 19 ആളുകൾ, പിന്നെ 19,000 അതല്ലെങ്കിൽ വെറും 19 ആണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഖ്യകളാണോ എന്നൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഈ ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരിക്കൽ അബുൽ അവ്വാം റഹ്മത്തുള്ളാഹി അലൈഹി അടുക്കൽ കുറച്ച് ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ ഈ ആയത്ത് ഓതിയപ്പോൾ അദ്ദേഹം ചോദിച്ചത്ര, എന്താണ് ഈ 19? 19,000 എന്നാണ് അതിൻ്റെ അർത്ഥം, അതല്ല 19 മലക്കുകൾ എന്നാണ് അർത്ഥം? അപ്പോൾ ചോദിക്കപ്പെട്ട ആൾ പറഞ്ഞത്ര 19 മലക്കുകൾ എന്നാണ്. എവിടുന്ന് അത് മനസ്സിലായി? അത് മനസ്സിലാകാൻ അടുത്ത ആയത്ത് തെളിവാണ്. 31-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വമാ ജഅൽനാ ഇദ്ദതഹും ഇല്ലാ ഫിത്നതൻ ലില്ലദീന കഫറു. ഇവരുടെ എണ്ണം ഈ 19 എന്ന് നമ്മൾ പറഞ്ഞത് കാഫിരീങ്ങളെ പരീക്ഷിക്കാനാണ്. 19,000 എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പരീക്ഷണമാണുള്ളത്? 19 എന്ന് പറയുമ്പോൾ സംഖ്യ ചുരുങ്ങുമ്പോഴല്ലേ പരീക്ഷണം ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ 19 എന്ന് പറഞ്ഞത്, 19,000 അല്ല എന്ന് പറഞ്ഞത്. അല്ലാഹു തആല പറഞ്ഞത് അതങ്ങനെ തന്നെയാണ്, 19 പേർ. എന്താ പരീക്ഷണം എന്ന് നമുക്ക് ശേഷം പറയട്ടെ. അവർ കളിയാക്കിന്ന 19 ആൾക്കാരേ ഉള്ളൂ, എന്നാൽ നമുക്ക് രക്ഷപ്പെടാലോ, ഓലെ നമ്മൾ തള്ളി തകർത്ത് നമുക്ക് നരകത്തിന് ചാടിക്കഴിച്ചിടാവാലോ എന്ന് കാഫിര്യങ്ങൾ പറഞ്ഞു എന്നാണ്. അതാണ് പരീക്ഷണം. അപ്പോൾ ആ ഒരു ധ്വനി, ആ ഒരു പരീക്ഷണത്തിന്റെ ഒരു സ്വഭാവം അവിടെ വരണമെങ്കിൽ എണ്ണം കുറയണ്ടേ. അതുകൊണ്ട് ചോദിക്കപ്പെട്ട ആൾ മറുപടി പറഞ്ഞത്ര 19 തന്നെയാണ് എന്ന്. ഇത്രയും എന്താ പരീക്ഷണം? ഈ ന്യൂനപക്ഷമായ ഇത്ര കുറച്ചുള്ള ഈ മലക്കുകളെ തോൽപ്പിക്കാനും രക്ഷപ്പെടുവാനും ഞങ്ങൾക്കാവും എന്ന് മുശ്രിക്കുകൾ പറഞ്ഞു. പോരാത്തതിന് കളിയാക്കുകയും ചെയ്തു. ഇത്രേ ഉള്ളൂ, ഇത്രയും വലിയ നരകം പഠിച്ചിട്ട് അള്ളാഹ്ക്ക് 19 ആൾ നിർത്താൻ കിട്ടിയുള്ളൂ എന്നും അവർ പരിഹസിച്ചു എന്നാണ്. ഇതാണ് ഈ ആയത്തിറങ്ങാൻ കാരണം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. അബൂജഹലാണ് ഇതിന് മുൻപന്തിയിലുണ്ടായിരുന്നത് എന്നാണ്. അബൂജഹല് ഈ ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞത്രേ, യാ മാശറ ഖുറൈശ്, ഖുറൈശികളെ ഓടി വരി, നിങ്ങൾ കേട്ടോ, നരകത്തിന് 19 കാവൽക്കാരെ ഉള്ളൂ അത്രേ. സുബ്ഹാനല്ലാഹ്. നിങ്ങളിൽപ്പെട്ട 10 ആൾക്കാർക്ക് ഈ പറയപ്പെട്ട 19 എണ്ണത്തെയും പിന്നെന്താണ് പറയുക, അതിജയിക്കാൻ, അവരെ പരാജയപ്പെടാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നിങ്ങളാളിതാ പറയുന്നു 19 പേരെയുള്ളവരെ, നിങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയില്ല, നിങ്ങളിൽപ്പെട്ട 10 ആൾക്കാർക്ക് മെനക്കെട്ട പോരെ. സുബ്ഹാനല്ലാഹ്. അന്ന് അങ്ങനെ പറഞ്ഞു എന്ന് അബൂജഹൽ. ഇതാണ് ഫിത്നത്തുൻ ലില്ലദീന കഫറു എന്ന് പറയാൻ കാരണം. ആ എണ്ണം കൊണ്ട് അവരാകുന്നുണ്ട് പരീക്ഷണത്തിലാകപ്പെട്ടു. ആ എണ്ണം അവർക്ക് നിസ്സാരമായി തോന്നി. അവർ അത് വെച്ചിട്ട് കളിയാക്കി പരിഹസിച്ച്. അബൂജഹൽ പറഞ്ഞതിലെ ഖുറൈശികളോട്, പിന്നെ നരകത്തിന് 19 കാവൽക്കാരാണ് ഉള്ളത്, നിങ്ങളാണെങ്കിലും മല്ലന്മാരാണ്, എന്തിനു പോന്ന ആളുകളല്ലേ നിങ്ങൾ?
നിങ്ങൾക്കെന്താ ഓരോരുത്തരും പിടിച്ചിട്ട് അങ്ങോട്ട് എറിഞ്ഞൂടെ? ഓരോരുത്തരും പിടിച്ച് അവരെയൊക്കെ അതിജയിച്ച് അവരൊക്കെ കീഴ്പ്പെടുത്തി നിങ്ങൾക്ക് രക്ഷപ്പെടാലോ? അത് വലിയ പ്രശ്നമുള്ള കാര്യമാണോ എന്ന് ഖുറൈശി അബൂജഹൽ അവരോട് ചോദിച്ചത്രേ. ഇനിയിപ്പോൾ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ 40 ആൾക്ക് ഓരോരുത്തരും വീതം നിങ്ങൾക്ക് പിന്നെന്താണ് പറയാ പരാജയപ്പെടുത്തിക്കൂടെ എന്ന് അബൂജഹൽ ചോദിച്ചത്രേ. അബുൽ അസ്വദ് എന്ന് ഒരാൾ പറഞ്ഞത്രേ 19 എണ്ണോ അതൊന്നും നമുക്കൊരു വിഷയമല്ല, ഞാൻ എൻ്റെ വലത്തെ ചുമല് കൊണ്ട് മാത്രം 10 മലായിക്കത്തിനെ ഞാൻ അടിച്ചൊതുക്കാം. ഈ 19 എണ്ണത്തിലെ 10 ആളുകളെ എൻ്റെ വലത്തെ ചുമല് കൊണ്ട് ഞാൻ അടിച്ചൊതുക്കാം, ഇടത്തെ ചുമല് കൊണ്ട് ബാക്കിയുള്ള 9 ഞാൻ അടിച്ചൊതുക്കും, എന്നിട്ട് നമുക്കെല്ലാവരും കൂടി സ്വർഗത്തേക്കാണ് പോകാം പരിഹസിച്ചുകൊണ്ട് പറയുകയാണ് അബുൽ അസ്വദ്. മനസ്സിലായി നിങ്ങൾക്ക്? വലത്തേതുകൊണ്ട് 10 എണ്ണത്തിന് പിന്നെ 9 എണ്ണം ബാക്കിയില്ല, അതിന് അടുത്ത ചുമലോട് ശരിയായിക്കോളാം, അതിന് നമുക്ക് 50 രൂപ ജന്ന പിന്നെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് പോകാം. വേറെ ഒരാൾ പറഞ്ഞത്രേ 17 ആളുകളെ ഞാൻ നോക്കാം, ബാക്കി 2 എണ്ണത്തിന് നിങ്ങൾ നോക്കൂലേ, നമുക്കാണ് പോവാന്ന് കളിയാക്കിയിട്ട് പറയാം. കളിയാക്കാണ്. സുബ്ഹാനല്ലാഹ്. അബൂജഹലും ഇതുപോലെ പറഞ്ഞിരുന്നു എന്നാണ്. ഇങ്ങനെ ഓലെ നമുക്ക് അടിച്ചൊതുക്കിയിട്ട് നമുക്ക് നരകത്തിന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്കാണ് പോവാം. ഇതാണ് വമാ ജഅൽനാ അസ്ഹാബൻ നാരി ഇല്ലാ മലായിക. അത് അവരുടെ എണ്ണം മലക്കുകളെയാണ് കാവൽക്കാരായി നിശ്ചയിച്ചതും പിന്നെ അവരുടെ എണ്ണത്തിൽ ഇത്ര ചുരുക്കി പറഞ്ഞതും അവർക്ക് പരീക്ഷണമായിട്ടാണ്, അവർ പരീക്ഷിക്കാനാണ്. പിന്നെ അള്ളാഹു ഇവിടെ പറഞ്ഞത് ശ്രദ്ധിക്കണം, മലക്കുകളെയാണ് കാവൽക്കാരായി നിശ്ചയിച്ചത്, മനുഷ്യന്മാരെ അല്ല. ജിൻസ് വ്യത്യാസമുണ്ട്, വർഗം വ്യത്യാസമുണ്ട്. അപ്പൊ ഇവർ പറഞ്ഞതുപോലുള്ള ആ എളുപ്പമൊന്നും അവിടെ ഉണ്ടാവില്ല. ഒരു ദയയോ ദാക്ഷിണ്യമോ ഇല്ലാത്ത കഠിന ശിക്ഷയുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളാണ് അവിടെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോ നിങ്ങളിത് നിസ്സാരമാക്കി തള്ളേണ്ട കാര്യമില്ല. നിങ്ങളങ്ങനെ പരിഹസിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിന് തന്നെയാണ്, മലായിക്കത്തിനെയാണ് ഞാനവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ അബൂജഹലിനെ പോലെയുള്ള ആളുകൾക്ക്, മുശ്രിക്കീങ്ങൾക്ക്, നേരത്തെ പറഞ്ഞ അബുൽ അസ്വദിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ പരീക്ഷണമായിട്ടുമാണ് ഈ ഒരു 19 എന്ന സംഖ്യ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഈ ഒരു ആയത്ത് ഇറങ്ങിയ സമയത്ത് 19 ആളുകളെ ഉള്ളൂ എന്ന് അബൂജഹൽ പരിഹസിച്ചപ്പോ അത് നമുക്ക് നിഷ്പ്രയാസം അവരെ പരാജയപ്പെടുത്താറോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്രേ, നിങ്ങൾ അബൂജഹലിന്റെ അടുത്തേക്ക് പോകണം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ അടുത്തേക്ക് പോയിട്ട് നിങ്ങൾ അവന്റെ കൈ പിടിച്ചിട്ട് പറയണം, വേണ്ടട്ടോ, വേണ്ട, പരിഹസിക്കണ്ട, നിർത്തിക്കോ, ഇത് നിനക്ക് നല്ലതല്ല എന്ന് അവനോട് മുന്നറിയിപ്പ് കൊടുത്തേക്കിൻ എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഔലാ ലക ഫൗലാ സുമ്മ ഔലാ ലക ഫൗലാ. സൂറത്തുൽ ഖിയാമയിലെ 34-35 നമ്മൾ പഠിച്ചതുപോലെ, വേണ്ടട്ടോ, നിർത്തിക്കോ, ഇത് നിനക്ക് നല്ലതല്ല, ഇങ്ങനെ നീ പോയാൽ നിനക്ക് കിട്ടേണ്ടത് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അബൂജഹൽ പ്രതിവചിച്ചത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറുപടി പറഞ്ഞത്രേ, വല്ലാഹി ലാ തഫ്അലു അൻത വറബ്ബുക ശൈഅൻ. നിനക്കും നിന്റെ റബ്ബിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വെല്ലുവിളിച്ചത്രേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഇവൻ ധിക്കാരപൂർവ്വം ഇങ്ങനൊരു മറുപടിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. അള്ളാഹു തആല അവനെ പിടികൂടിയ നമ്മൾ കണ്ടല്ലോ. ബദറിന്റെ ദിവസം അള്ളാഹു അവനെ പരാജയപ്പെടുത്തി, അവൻ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലവും ഇത് പരീക്ഷണമാണ് എന്ന് പറയാനുള്ള കാരണവും. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അടുത്ത ആയത്തിലേക്ക് ചേർത്തു നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. 31-ാമത്തെ ആയത്തിന്റെ കൂടെ അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നരകത്തിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.